10 വർഷം തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ജനസമ്മതിയിലും പ്രതിച്ഛായയിലും രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഈ ഒരു 10 വർഷം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായ രാഷ്ട്രമാണ് ഇന്ത്യ എന്നൊരു പ്രതിച്ഛായ, രാമക്ഷേത്ര നിർമ്മാണം, അത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഏറ്റവും വലിയൊരു അജണ്ട തന്നെയായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് മൂന്നാം ഊഴത്തിനായി BJP വരുന്നത്. ആ BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ശ്രമകരമായൊരു ദൗത്യമാണ്. എനിക്ക് തോന്നുന്നത് വലിയൊരു ഇല്ലാത്തൊരു വിഷയമാണ്. കാരണം 2019 BJP ഒരു 11 സീറ്റിൽ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. കിട്ടാനുള്ള സീറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്കൊരു മാർഗ്ഗമേ ഉള്ളൂ, ഈ 11 സംസ്ഥാനത്ത് താഴെ പോകാൻ. അവർ ഗുജറാത്ത് ഒരു പക്ഷേ വീണ്ടും എല്ലാ സീറ്റും എടുക്കാൻ സാധിക്കുമായിരിക്കുമെന്ന് ചിലർ വിചാരിക്കുന്നു, അറിയില്ല. അവിടെയും അവർക്ക് പക്ഷെ 6 സംസ്ഥാനത്ത് ഗുജറാത്ത്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, പിന്നെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് 6 സംസ്ഥാനത്ത് എല്ലാ സീറ്റും അവർ ജയിച്ചു. അപ്പോൾ അവർക്ക് കയറാൻ വഴിയിൽ താഴെ പോകാനേ സാധ്യതയുള്ളൂ. 3 സംസ്ഥാനത്തിൽ ഒരു സീറ്റ് വിട്ടിട്ട് ബാക്കിയെല്ലാം ജയിച്ചു. മധ്യപ്രദേശിൽ, ബീഹാറിൽ, കർണാടക. പിന്നെ 2 സംസ്ഥാനത്ത് 2 സീറ്റ് വെച്ച് ബാക്കിയെല്ലാം ജയിച്ചു. അത് ഛത്തീസ്ഗഡും വേറൊരു സീറ്റും. അപ്പോൾ അവസാനത്തിൽ അവർ ശക്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാവിടെയും അവർക്ക് പുതിയ സീറ്റ് കിട്ടാനും വലിയൊരു മാർഗം കാണുന്നില്ല. നഷ്ടം വരാനുള്ള സാധ്യത എല്ലാവരുടെയും കൂടിയിട്ടുണ്ട്. ഡൽഹി ഒരു ഉദാഹരണമാണ്. അവരെല്ലാ സീറ്റും ജയിച്ചു, റൈറ്റ്. ഈ തവണ ഇന്ത്യ മുന്നണിയുടെ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റും കോൺഗ്രസ് 3 സീറ്റുമുള്ള ഈ പ്രചരണത്തിൽ സാധ്യത ഭയങ്കരമാണ്. ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്കാരും കിട്ടാൻ പോകുന്നത് BJPക്കല്ല. കർണാടകയിൽ പോളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1 സീറ്റ്, കഴിഞ്ഞ ആഴ്ചയിലത്തെ പോളിൽ 17 സീറ്റ്, വേറൊരു പോളിൽ 20 സീറ്റ് കോൺഗ്രസ്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമുക്ക് 2 സീറ്റ് കിട്ടിയുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ തെലങ്കാനയിൽ 12 സീറ്റ്, ഹരിയാനയിൽ 0 കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ 5 സീറ്റ്, ചിലർ 7 സീറ്റ്. ഇതെല്ലാം കാണുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടുന്നു, BJPയുടെ താഴുന്നു. കോൺഗ്രസ്സിന് ഒരു ഭൂരിപക്ഷം കിട്ടാൻ ഒരു ആവശ്യവുമില്ല. കോൺഗ്രസ്സിന് ആവശ്യമുള്ളത് ഒരു കോalitionനെ നയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം. അത് ഉറപ്പമായിട്ടുണ്ടാവുന്നുണ്ട്. നേരെ മറിച്ച് BJPക്ക് 32 സീറ്റ് നഷ്ടപ്പെട്ടാൽ അവർ ഭൂരിപക്ഷം പോയി. അവർക്ക് ആകെ 303 ഉള്ളൂ. ഭൂരിപക്ഷം 272 വേണ്ടത്. ഈ 32 സീറ്റ്, ഞാൻ കണക്ക് തന്നെ പറഞ്ഞ ഇടയിൽ 32 സീറ്റ് പോയി. അതുമീതെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങൾക്കറിയാം തൊഴിലില്ലായ്മ കൂടിക്കൂടി വരുന്നു. അവർ വരുമാന ശമ്പളങ്ങളൊക്കെ താണു പോയിട്ടുണ്ട്. അവർക്ക് വിലക്കയറ്റുന്നത് സഹിക്കാനുള്ള മാർഗ്ഗമില്ല. ഇതെല്ലാം സംഭവിക്കുന്ന സ്ഥിതിയിൽ അവർക്ക് ആലോചിക്കില്ലേ, രാം മന്ദിറിൽ പോയി പ്രാർത്ഥിക്കാൻ നല്ലതല്ലേ, പക്ഷേ അതിന് ട്രെയിൻ ടിക്കറ്റ് മേടിക്കാൻ കാശും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ പോയി രാം മന്ദിറിൽ പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിതമാർഗ്ഗം എന്താണ് ഈ സർക്കാർ തന്നിരിക്കുന്നത്? അതെല്ലാം ചോദിക്കുന്നവർക്ക് അത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും BJPക്ക് വീണ്ടും വോട്ട് കൊടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.